മാക്സിമം നിങ്ങൾക്ക് എന്ത് അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാൻ മേലെ ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് മിക്കവാറും ആളുകൾ, പ്രത്യേകിച്ചും ഫാമിലികൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നാട്ടിലേക്ക് പോയി 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ എൻട്രി പെർമിറ്റ് എടുക്കുമ്പോൾ അവർക്ക് എൻട്രി പെർമിറ്റിന്റെ വാലിഡിറ്റി 1 വർഷത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻട്രി പെർമിറ്റിന്റെ വാലിഡിറ്റി അനുസരിച്ച് 1 വർഷത്തിൽ കൂടുതൽ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പല ഒഫീഷ്യൽസിനോട് പല സോഴ്സിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 2-3 ഫാമിലികളുടെ അനുഭവം അവർ നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫാമിലി 1 വർഷവും 6 മാസവും കഴിഞ്ഞിട്ട് അവർ തിരിച്ചെത്തി. മറ്റൊരു ഫാമിലി 1 വർഷവും 4 മാസവും കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി 1 വർഷവും 2 മാസവും കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തത്, അവർ എന്ത് ചെയ്തു, 6 മാസം കഴിഞ്ഞപ്പോൾ അവർ എൻട്രി പെർമിറ്റ് എടുത്തു. രണ്ടാമത്തെ 6 മാസത്തിൽ അവർ എൻട്രി പെർമിറ്റ് എടുത്തപ്പോൾ അവർക്ക് 1 വർഷത്തെ വാലിഡിറ്റി കിട്ടി. അവരുടെ റെസിഡൻസ് പെർമിറ്റിൻ്റെ കാലാവധി അനുസരിച്ച് 1 വർഷത്തെ അവർക്ക് വാലിഡിറ്റി കിട്ടി. അപ്പോൾ അവർ 1 വർഷത്തിൽ കൂടുതൽ അവിടെ നാട്ടിൽ സ്റ്റേ ചെയ്തു, ഖത്തറിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമുക്കിതൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ. അത് മുമ്പൊക്കെ എൻട്രി പെർമിറ്റ് എടുക്കുമ്പോൾ അതിന് 3 മാസത്തെ കാലാവധി ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷത്തിലൊക്കെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ റെസിഡൻസ് പെർമിറ്റ് കാലാവധി അനുസരിച്ച് ഒരു വാലിഡിറ്റി മാക്സിമം കിട്ടുന്നുണ്ട്. ആ കാലാവധിയൊക്കെ നമുക്ക് നാട്ടിൽ സ്റ്റേ ചെയ്യാമെന്നാണ് ഈ ഒരു ഫാമിലികളുടെ ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഫാമിലികളുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ എൻട്രി പെർമിറ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ 6 മാസം കഴിഞ്ഞാൽ നമ്മൾ എൻട്രി പെർമിറ്റ്, രണ്ടാമത്തെ 6 മാസത്തിനുള്ളിൽ നമ്മൾ എൻട്രി പെർമിറ്റ് എടുത്തിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ 6 മാസമോ അല്ലെങ്കിൽ രണ്ടാമത്തെ 6 മാസത്തിൽ നമ്മൾ എൻട്രി പെർമിറ്റ് എടുത്തില്ല, അങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻട്രി പെർമിറ്റ് എടുക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എൻട്രി പെർമിറ്റ് കിട്ടില്ല. ചിലപ്പോൾ മിക്കവാറും നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ID ചിലപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ 6 മാസത്തിൽ നമ്മൾ എൻട്രി പെർമിറ്റ് എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ഐഡിയുടെ കാലാവധി അനുസരിച്ച് ഈ എൻട്രി പെർമിറ്റിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടാമത്തെ 6 മാസത്തിൽ 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 8-ാം മാസം 9-ാം മാസമൊക്കെ ഇതിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എൻട്രി പെർമിറ്റ് എടുക്കാം. അപ്പോൾ 1 വർഷം കിട്ടും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നാട്ടിലേക്ക് പോയി എപ്പോഴാണോ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് ID എക്സ്പയർ ആവുന്നത് അതിന് മുമ്പ് ഖത്തറിലേക്ക് തിരിച്ചെത്തിയിരിക്കണം. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരുപാട് ഉറപ്പുകൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ എന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇതുപോലെ 1 വർഷത്തിൽ കൂടുതൽ നാട്ടിൽ സ്റ്റേ ചെയ്തിട്ട് ഖത്തറിലേക്ക് തിരിച്ചെത്തി ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എൻ്റെ വീഡിയോക്ക് താഴെ വന്നിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം. കാരണം അത് മറ്റുള്ളവർക്ക് കൂടി എന്ത് ചെയ്യണം, ഇത് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.